നിങ്ങൾ ആ പാറ കണ്ടിരുന്നോ? ആ പാറയുടെ മേളിലേക്ക് കാർ കയറിപ്പോയി. ഇറ്റ്സ് ഇമ്പോസിബിൾ. കഴിഞ്ഞ ദിവസമായിരുന്നു ഹാരിയർ ടാറ്റ EV അവതരിപ്പിച്ചത്. എന്നാൽ അതിനു മുൻപേ ഈ വാഹനത്തിൻ്റെ അവതാരപ്പിറവി സംഭവിച്ചു എന്ന് പറയുന്നതാകും ശരി. നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ആ വീഡിയോയെക്കുറിച്ചാണ് പറയുന്നത്. വാഗമണ്ണിലെ ആനപ്പാറയിലേക്ക് ഹാരിയർ EV പാഞ്ഞു കയറിയ ദൃശ്യങ്ങൾ ആരും മറക്കാനിടയില്ല. ഹാരിയർ EVയുടെ ഓഫ് റോഡ് ശേഷി തെളിയിക്കുന്ന ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു വാഹനത്തിന് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ഹൈപ്പ് വേറെ കിട്ടിയിട്ടുണ്ടോ എന്നതും സംശയമാണ്. ഇന്ത്യയിലെ ഏറ്റവും സാഹസികത നിറഞ്ഞ റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിലെ 2024 എഡിഷനിൽ ജേതാവും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫഹദാണ് ഈ സാഹസിക ദൗത്യത്തിൽ ഹാരിയർ EVയുടെ വളയം പിടിച്ചത്. ടാറ്റയുടെ ഒരു പരസ്യചിത്രമായിരുന്നുവെങ്കിലും ഇതെല്ലാം യാഥാർത്ഥ്യമാണോ എന്ന സംശയം വീഡിയോ കണ്ട പലരിലും ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രാഫിക്സിൻ്റെ യാതൊരു എലമെൻറ്റുകളും ഇല്ലാതെ അതിസാഹസികമായാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് ഡോക്ടർ മുഹമ്മദ് ഫഹദ് ഓൾ തിങ്സ് ഓട്ടോയോട് പറയുന്നത്. എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നതെന്ന് ബന്ധുക്കൾ വരെ ചോദിച്ചിരുന്നുവെന്നും എന്നാൽ EVയുടെ ഇൻസ്റ്റന്റായ ടോർക്കാണ് ദൗത്യം ഏറ്റെടുക്കാൻ ആത്മവിശ്വാസം തന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാഹനത്തിലുണ്ടായിരുന്ന അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അഥവാ ADAS സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കി തരാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം കല്ലുകൾ പോലെ എന്തെങ്കിലും തടസ്സങ്ങൾ മുന്നിലുണ്ടായാൽ വാഹനം തനിയെ ബ്രേക്ക് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് ADAS ഒഴിവാക്കിയത്. ആദ്യത്തെ 2 ക്ലെയിം അത് അപകടകരം എന്ന് പറയാനാകില്ല. എന്നാൽ മൂന്നാമത്തെ ക്ലമ്പിൽ നിന്ന് താഴെ പോയാൽ ആള് മരിക്കും. നേരെ കൊക്കയിലേക്കാവും പോവുക. മൂന്നാമത്തെ ക്ലമ്പിന് സാധാരണ 34 ഡിഗ്രി ചരിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കയറിയപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് 38 ഡിഗ്രി വരെയായി. എന്നാൽ ട്രാക്ഷൻ കൺട്രോൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. നേരെ കൊക്കയിലെത്തിയനെ. ഐസ് എഞ്ചിൻ വാഹനമായിരുന്നുവെങ്കിൽ എഞ്ചിൻ്റെ ഭാരം കൊണ്ട് ചിലപ്പോൾ വണ്ടി മറിഞ്ഞനെ. വിജയകരമായി മുകളിലെത്തിയ ശേഷം റിവേഴ്സ് എടുത്തിട്ടായിരുന്നു വാഹനം ആദ്യം തിരിച്ചിറക്കിയത്. എന്നാൽ അത് അബദ്ധമായി പോയി. 3 മീറ്ററോളം കൺട്രോൾ നഷ്ടമായി താഴേക്ക് വാഹനം നീങ്ങി. എന്നാൽ പിന്നീട് വണ്ടി ഗ്രിപ്പ് ചെയ്ത് നിന്നു. പിന്നീട് ഹിൽ അസിസ്റ്റന്റ് കൺട്രോളിൽ മുൻഭാഗം തന്നെ താഴേക്ക് ഇറക്കി. ബ്രേക്ക് പോലും ഉപയോഗിക്കേണ്ടി വന്നിരുന്നു ഫഹദ് കൂട്ടിച്ചേർത്തു. ഹാരിയർ EV ഒരു സോളിഡ് വാഹനമാണ്. എങ്ങനെ ഓടിച്ചാലും വണ്ടി കയ്യിൽ നിൽക്കുമെന്നും അദ്ദേഹം പറയുന്നു. മെച്ചപ്പെടുത്താമെന്ന് തോന്നിയത് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്നും ഫഹദ് അഭിപ്രായപ്പെട്ടു.